ഇങ്ങനൊരു ബാഴ്സലോണയാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്താണ് അത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്തായാലും ഈ മത്സരത്തിൽ, അതായത് കോപ്പ ഡെൽ റേ മത്സരത്തിൽ റയൽ റേസിങ്ങിനെതിരെ ബാഴ്സലോണയ്ക്ക് 2-0 വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്തുള്ള 3 പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ തന്നെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണ് റയൽ റേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇന്നലെ നല്ല രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ ബാഴ്സലോണയ്ക്കെതിരെ കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം സെക്കൻഡ് ഡിവിഷനിലാണെന്നുണ്ടെങ്കിലും ഈ വരും ദിവസങ്ങളിലൊക്കെ ഇനി ചിലപ്പോൾ അവർ ഫസ്റ്റ് ഡിവിഷനിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ഡിവിഷനിലേക്ക് വന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പ ഡെൽ റേയിലെ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വൻ ടീമുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ മാത്രമുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ടീമായിട്ട് തന്നെയാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജുവാൻ ഗാസിയ. ഞാൻ അതിന് മുമ്പ്, അതായത് എൽ ക്ലാസിക്കോ നടക്കുന്നതിന് മുമ്പും പറഞ്ഞാണ്, അവനൊരു സൂപ്പർ ഹീറോ ഒന്നുമല്ല, പക്ഷേ അവൻ ചെയ്യുന്നതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഹീ ഈസ് എ സൂപ്പർ മാൻ എന്ന്. ആൻഡ് അതിന് കൃത്യമായിട്ട്, കാര്യം ഒരു ഗോളിൻ്റെ ലീഡിൽ മാത്രം നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല കിട്ടിലനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ആ സേവ് നടത്തിയില്ലായിരുന്നെങ്കിൽ ബാഴ്സലോണയുടെ ഈ റിസൾട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരുന്നേനെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ ജുവാൻ ഗാസിയ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടുണ്ടാവുന്ന റിസൾട്ടിലെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജുവാൻ ഗാസിയയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, കഴിഞ്ഞ 11 മത്സരങ്ങളായിട്ട് നമുക്ക് തോൽവി അറിയേണ്ടതായിട്ട് വന്നിട്ടേയില്ല. ആൻഡ് കഴിഞ്ഞ 7 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഈ സീസണിൽ പല തോൽവികളും വന്ന സമയത്ത് ആവശ്യമില്ലാതെ ഗോൾ വഴങ്ങുന്നതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിരുന്ന എല്ലാ ഫാൻസിനും ഇപ്പോൾ ഒന്നും മിണ്ടാനുണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ൽ 6 ക്ലീൻ ഷീറ്റാണ്, ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നൊരു ബാഴ്സലോണ എന്നുള്ളത്. 2015 ശേഷം ഇപ്പോൾ കൺസിക്യൂട്ടീവായിട്ട് നമ്മൾ 11 മത്സരങ്ങൾ ജയിക്കുന്നു. ആൻഡ് പലതവണയും നമ്മുടെ മത്സരങ്ങളിൽ ഒരു ഗോൾ വഴങ്ങാതിരിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. നമുക്കുള്ള ടീം വെച്ച് നമ്മളെല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് നിൽക്കുന്നു. എല്ലാം ശരിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓരോ ബാഴ്സലോണ ആരാധകൻ ആഗ്രഹിച്ചത് അതെല്ലാം നേടിപ്പിടിക്കാൻ പറ്റുന്നൊരു സീസണായിട്ട് എവിടെയൊക്കെയോ ഒരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് കറോ.